Style. Style is the answer to everything. A fresh way to approach a dull or dangerous thing. To do a dangerous thing with style is what I call art. ഹായ് ഫ്രണ്ട്സ്, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റോബോട്ടിക് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു റോബോട്ട് ഇരിക്കുന്നുണ്ട്. ഇത് വർക്കൊന്നുമല്ല. എൻ്റെ ഉള്ളിലേക്ക് പിന്നെയും കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ ഒരു ചെറിയൊരു റോബോട്ട് മോളെയാണ്. ഇത് നല്ല ഡാൻസൊക്കെ കളിച്ച് നല്ല പാട്ടൊക്കെ പാടിയിട്ട് ഇരിക്കുന്നുണ്ടായി. എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് കാണുന്ന നമ്മൾ റോബോട്ട്. നമ്മൾ കുറച്ച് നേരം ഈ റോബോട്ടിൻ്റെ ഡാൻസൊക്കെ എല്ലാം കണ്ടിട്ട് അടുത്ത സെക്ഷനിലേക്ക് കുറച്ചും കൂടെ നീങ്ങി. അപ്പോൾ വേറൊരു റോബോട്ടിക് ഇത് നമ്മൾ വോയിസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ടത് എഴുതും. ഇപ്പോൾ ഹലോ പറഞ്ഞു കഴിഞ്ഞാൽ ഹലോൻ്റെ സ്പെല്ലിങ് വെച്ചിട്ട് അങ്ങനെ എഴുതും. അപ്പോൾ കൊച്ചുമോന് എന്തോ പറയാനുണ്ടായി, അപ്പോൾ അത് കറക്റ്റായിട്ടാണ് എഴുതി കാണിക്കണേന്. അത് കഴിഞ്ഞ് കണ്ടത് ഒരു ചെറിയൊരു റോബോട്ടിക് കാറാണ്. അതും കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമായി. ഹാൻഡിലായിട്ടുള്ളത് JCBൻ്റെ ഹാൻഡിലൊക്കെ ആയിട്ടുള്ള ചെറിയൊരു കാറ്. അത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്യും. 360 ഡിഗ്രി പോലെ മൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. അതും വളരെ ഇഷ്ടമായി കണ്ടിട്ട്. പിന്നെ അടുത്തത് നോക്കിയപ്പോൾ കണ്ടത് നമ്മൾ ഈ ഫാക്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ യന്ത്രങ്ങളുടെ ചെറിയ റോബോട്ടിക് സാധനങ്ങളാണ്. ജസ്റ്റ് എടുത്തിട്ട് അത് വേറെ സ്ഥലത്തേക്ക് വെക്കുക. പിന്നെ ഇത് കണ്ടത് എന്തോ ക്ലീനിങ് പർപ്പസുമായിട്ടുള്ളൊരു റോബോട്ടിക്കാണ്. ഇത് നമ്മുടെ ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മീഡിയം റോബോട്ടിക്. ഇത് വെൽക്കം ചെയ്യുന്നൊരു റോബോട്ട്. അതുകൂടാതെ തന്നെ സാധനങ്ങളും ഫുഡൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഈ സെയിം തന്നെ ടൈപ്പ് വേറെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് എന്തോ 3D എന്തോ രീതിയിലുള്ള കുറേ വിഷ്വലെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കണ്ടത് വലിയൊരു ഡ്രോണാണ്. ഈ കൃഷിയിടങ്ങളിലൊക്കെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോൺസ്. ഈ കാണുന്നത് വെള്ളത്തിലുള്ള മലിനീകരണം, അതായത് പ്ലാസ്റ്റിക് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കളക്ട് ചെയ്ത് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീൻ ആക്കുന്ന കുട്ടികൾ കണ്ടെത്തിയ ക്ലീനിങ് മെഷീനാണ്. അതും വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് റിമോട്ട് കൺട്രോൾ കാറുകൾ, അതിൻ്റെ ഡ്രോൺ അങ്ങനത്തുള്ള ചെറിയ ചെറിയ ഐറ്റംസാണ്. ഇതിരിക്കണത് ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കാണുന്നത് ഫൈറ്റിംഗ് കാറ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഡ്രോണുകൾ തന്നെ ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് എന്തോ കണ്ടെത്തുന്നൊരു സാധനമാണ്. ഡോഗിനെ എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല. എന്തായാലും ഡോഗാണ്, ഒരു റോബോട്ടിക് ഡോഗാണെന്നുള്ള കാര്യം നമുക്ക് വിഷ്വലിൽ മനസ്സിലായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കറങ്ങുന്ന ഒരു സാധനം കുട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി, ഞാനത് നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു യന്ത്രം ജസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടൊരു വലിയൊരു ലേഡി യന്ത്രം എന്തോ പറയുന്നുണ്ടായിരുന്നു. അതും വളരെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു 2 കാർ വെച്ചിട്ടുള്ള ഒരു പ്ലേ ഇതാണ് അടുത്തത് നമ്മൾ അവിടെ കാണാൻ പറ്റിയത്. ഇതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പോയി നോക്കുക. ഒരാൾക്ക് 50 രൂപ മാത്രമേ ഫീ വരുന്നുള്ളൂ ഇതിൽ. ഈ കാണുന്ന കാറുകൾ അത്യാവശ്യം വലുതാണ്. മൊബൈൽ വിഷയിലൂടെ എടുത്തേക്കുന്നത് കൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് തോന്നുന്നത്. ഒരു 6-8 കിലോയ്ക്ക് വരുന്ന ഒരു കാറുകളാണിത്. ഇത് ഫുട്ബോൾ കളിക്കാൻ അത്യാവശ്യം ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫുട്ബോൾ അത്യാവശ്യം റോബോട്ടിക് കാറുകളാണിത്. അത് അത്യാവശ്യം നല്ലതായിരുന്നു. ഇതൊരു മാച്ച് പോലെയാണ് അവിടെ ചെയ്യുന്നത്. 2 പേര് തമ്മിലുള്ള മാച്ചുകൾ ചെയ്യുന്ന പോലെ ആളുകൾ അധികം കാണുവാൻ തന്നെ ഉണ്ടായിരുന്നു. അടുത്തായിട്ട് നമ്മൾ ചെന്ന ഒരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D പ്രിൻറ്റിങ്, അതായത് 3D ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു മെഷീൻ ഉള്ളതിലേക്കാണ് നമ്മൾ ചെന്നത്. ഈ സാധനങ്ങളൊക്കെ അതുകൊണ്ട് ഈ ഒരു മെഷീൻ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഇതുകൊണ്ട് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനും ഒക്കെ യൂസ് ചെയ്യണത് ഒരു എന്താ പറയുക, ആ ഒരു മെഷീനത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മെയിൻ കാണാൻ കൊതിച്ചിരുന്ന റോബോട്ടിക് ഡോഗാണ്. ഇതിനു വേണ്ടിയാണ് തന്നെയാണ് നമ്മളിത് കാണാനായിട്ടാണ് വന്നത്. ഇതെന്തായാലും നല്ല രസമായിരുന്നു. കുറേ നേരം ഇരുന്ന് കണ്ടിരിക്കാനും അതിൻ്റെ ഡാൻസ് കാര്യങ്ങളത് കാണിക്കുന്ന വികൃതികൾ ഇതെല്ലാം കണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു.
അപ്പോൾ നമ്മങ്ങനെ ഡോഗിനെ കണ്ടതിന് ശേഷം അടുത്തത് ചെന്നപ്പോൾ കുട്ടികൾക്ക്, അതായത് ഒരു 3, 5, 6 ഏജിലുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ടോയ്സ്, പിന്നെ കുട്ടികൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന കാറുകൾ, അങ്ങനത്തുള്ള കുറേ സെക്ഷൻ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്, എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇതുപോലത്തെ റോബോട്ടിക് കാറുകൾ, അങ്ങനത്തുള്ള ഐറ്റംസാണ്. ഇതൊക്കെ എല്ലാം കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അധികം ഏജ് ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോബോട്ടിക് കാറുകളാണ്. അപ്പോൾ ഇതിങ്ങനത്തെ ഒട്ടനവധി കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം കാണാൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യൽ ഒരു സാധനമുണ്ട്, ഇതിനെയും കാണാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഇതും ഇതിൻ്റെ വീഡിയോസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഈ റോബോട്ടിക് ഡാൻസും റോബോട്ടിക് ഇത് കാണാൻ കുറച്ചത് നല്ല രസമായിരുന്നു. ഇതും അങ്ങനെ കുറച്ച് നേരം അത് കണ്ടിരുന്നു. അപ്പോൾ അടുത്തത് ഗെയിമിംഗ് ആണ്. ഗെയിമിംഗ് കളിക്കാനുള്ള കുറേ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ്. ഓക്കെ, താങ്ക് യു.